ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ പാർട്ട് 2 തുടങ്ങാം. മേക്കിംഗ് എ ഷവർ. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree and grandfather, and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്നിരുന്ന ചന്ദനമരത്തിൻ്റെ താഴെ ഒരു മുല്ലയുണ്ട്. ആ മുല്ലയിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചന്ദനമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഇലകൾ നിറയെയുള്ള ഒരു മരമാണ് ചന്ദനമരം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മഴ പെയ്ത സ്ഥിതിക്ക് ഈ ഇലകളിൽ നിറയെ എന്താണ്, മഴത്തുള്ളികളുണ്ട്. അതൊന്ന് പിടിച്ചു കുലുക്കിയാൽ എന്തായിരിക്കും, ശരിക്കൊരു മഴ പെയ്യും പോലെ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴും. ഇത് മനസ്സിലാക്കിയ രാജ അവിടേക്ക് എത്തി. രാജ ചിന്തിക്കുകയാണ്, എന്ത് രസമാണ് മഴയത്ത് കുളിക്കാനായിട്ട് എന്ന് രാജ ചിന്തിച്ചു പോവുകയാണ്. രാജ പറയണത് നല്ല രസമായിരിക്കും, ഇത് പിടിച്ചു. അടുത്തത് നോക്കൂ. സോ ഐ ക്വൈറ്റ്ലി വെൻ നിയർ ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. There was a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ കൂട്ടുകാരെ? നമ്മുടെ രാജ പതുക്കെ പതുക്കെ ആ ചന്ദനമരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചന്ദനമരം പിടിച്ച് ഉള്ള സർവ്വശക്തിയും എടുത്തങ്ങ് കുലുക്കി. എന്തുണ്ടായിട്ടുണ്ടാവും? നല്ലൊരു മഴ പെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ചന്ദനമരത്തിലെ എല്ലാ വെള്ളത്തുള്ളികളും താഴേക്ക് പതിച്ചൊരു മഴ പോലെ താഴെ നിന്ന മുത്തശ്ശനും രാജയും അതിലങ്ങ് കുളിച്ചു. രാജയ്ക്കത് നന്നായി രസിച്ചു. എങ്കിലും മുത്തശ്ശന് അതത്ര ഇഷ്ടമായില്ല. മുത്തശ്ശൻ രാജനെ ഒന്ന് നോക്കി. എങ്ങനെ നോക്കി? കോപത്തോടെ നോക്കി. രാജയ്ക്ക് അപ്പോൾ മനസ്സിലായി, ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തശ്ശൻ തന്നെ അടിക്കും. രാജ ജീവനും കൊണ്ട് ഓടി എന്നാണ് പറയുന്നത്. പക്ഷെ മുത്തശ്ശൻ വിടാൻ റെഡിയായില്ല. മുത്തശ്ശനും പിന്നാലെ ഓടി. രാജനെ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മുത്തശ്ശൻ കല്ലുമ തട്ടി താഴെ വീണു. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. ഇവിടെ രാജ ശരിക്കും പേടിച്ചു കേട്ടോ. രാജ അവിടുത്തെ വയലിലേക്ക് ഓടി അവിടെ ഒളിച്ചിരുന്നു. അവിടെ മുത്തശ്ശൻ്റെ ഒച്ച അവനവിടെ കേൾക്കാമായിരുന്നു. അവൻ ഇങ്ങോട്ട് വരട്ടെ, അവന് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് മുത്തശ്ശൻ പറയുന്ന ആ കാര്യം അവൻ കേൾക്കാമായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, രാജയ്ക്ക് ശരിക്കും ഇനി ഭയങ്കര പേടിയായി മുത്തശ്ശനെ. തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അവന് തോന്നിയില്ല. അവൻ കുറേ നേരം അവിടെ വയലിലിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഇരുട്ടായി. അവനാകെ പേടിയായി. ഇരുട്ട് മൂടിയപ്പോൾ പണ്ട് കേട്ട കുറേ ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ, പ്രേതകഥകളൊക്കെ അവന് ഓർമ്മ വന്നു. അപ്പോൾ നമ്മുടെ രാജ വേഗം എണീറ്റ് വീടിന് നേരെ നടന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ വായിച്ചാലോ? I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. Grandmother was waiting for me when I did not turn up. She looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. കൂട്ടുകാരെ, രാജ വീട്ടിലേക്ക് ചെന്നോ? ഇല്ല, രാജ വീട്ടിലേക്കൊന്നും ചെന്നില്ല. രാജ നേരെ പോയത് അവരുടെ കൗഷെഡിലേക്കാണ്. എവിടെ? പശുത്തൊഴുത്തിലേക്കാണ്. എന്നിട്ട് അവിടെ മുകളിൽ ഒരു തട്ടുമോള് പോലെയുണ്ട്. അവിടെ കയറി ഒളിച്ചിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് രാജയ്ക്ക് ആരെ കാണാം? മുത്തശ്ശനെ കാണാം. മുത്തശ്ശൻ വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ രാജ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി രാജ കാണുന്നത്, നമ്മുടെ മുത്തശ്ശി രാജനെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കുകയാണ്. എല്ലായിടത്തും വീട് മൊത്തം അരിച്ചു പെറുക്കി മുത്തശ്ശിക്ക് രാജനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല.
ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എവിടെയാണോ ഈ ചെക്കൻ പോയിരിക്കുന്നത്, ഈ രാത്രിയായിട്ട് ഇവൻ വന്നില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശനോട് ചെന്ന് ചോദിക്കുന്നതും രാജ കേൾക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാം, നീ ആ വീട്ടിൻ്റെ ഉള്ളിലും തന്നെ നോക്കാം, അവിടെ എവിടെയെങ്കിലുമൊക്കെ അവൻ ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് മുത്തശ്ശൻ പറയുന്നതും രാജ കേൾക്കുന്നു. ഇവിടെ നോക്കൂ, ഹീസ് നോട്ട് ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ്, ഐ ലുക്ക്ഡ് ഫോർ ഹിം എവ്രിവർ. മുത്തശ്ശി തറപ്പിച്ചു പറയാണ്, ഇല്ല അവൻ വീട്ടിലില്ല, വീടിൻ്റെ ഉള്ളിലില്ല, ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടാണ് പറയുന്നത്. അടുത്ത് വായിക്കാം. ദ ന്യൂസ് സ്പ്രെഡ്സ്. Then grandfather stood up and went outside and called aloud, "Come, Raja, come. I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come. You drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away." അപ്പോൾ മുത്തശ്ശനൊരു സംശയമായി. മുത്തശ്ശൻ അവിടെ ഇരുന്നോടത്തുനിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് ഉറക്കെ വിളിച്ചു, എടാ രാജാ വായോ, ഞാൻ നിന്നെ തല്ലില്ല എന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. എനിക്കറിയായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുത്തശ്ശനെ തല്ലിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരാ ചിന്തിക്കുന്നത് ഇവിടെ? രാജ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, അവൻ വരില്ല, നിങ്ങളല്ലേ അവനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്. ഞാൻ കേട്ടായിരുന്നു നിങ്ങൾ പറയണത് അവൻ വരുമ്പോൾ അവനെ തല്ലൂന്ന്. പാവം എൻ്റെ കുട്ടി, അവനാകെ പേടിച്ച് വിറച്ച് ഓടിപ്പോയിരിക്കുകയാണ്. നെക്സ്റ്റ്, grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. ഇവിടെ പറയുകയാണ്, നമ്മുടെ മുത്തശ്ശൻ വേഗം തന്നെ വേലക്കാരിക്ക് വിളിച്ചിട്ട് കുട്ടീനെ അന്വേഷിക്കാൻ പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് പോയി രാജനെ അന്വേഷിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഓ അവനെവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന്. മുത്തശ്ശി ഇത് കേട്ടതോടുകൂടി കരയാൻ തുടങ്ങി. മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷനായി. മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുറ്റത്തോടെ നടക്കാൻ തുടങ്ങി. ഈ വാർത്തയാണെങ്കിൽ ഇങ്ങനെ അവിടെ ആകെ പരന്നു. ആദ്യം നൈബേഴ്സ്, പിന്നെ റിലേറ്റീവ്സ്, അങ്ങനെ ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും വീട്ടിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ മുത്തശ്ശിയോട് അവർ സഹതപിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" മുത്തശ്ശനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമായില്ല. മുത്തശ്ശൻ പറയാണ്, ഒന്നും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കാണ്ട് വേഗം പോയി അവനെ അന്വേഷിക്കുക, ഇവിടെ നിന്നിട്ട് സമയം കളയാണ്ട് കുട്ടീനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൂടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, some of them went out to search for me. More and more people came and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. ആരൊക്കെയോ എന്നെ വീണ്ടും അന്വേഷിച്ച് പുറത്തേക്ക് പോയി. ഒന്നിനു പുറകെ ഒന്നായ ആളുകൾ വന്നിട്ട് അവിടെ ഒരു കൂട്ടം ആളുകളായി മാറി, ക്രൗഡായി മാറി എന്ന് പറയുന്നത്, ജനക്കൂട്ടമായി മാറി. ഈ സമയം മുത്തശ്ശിക്കാണെങ്കിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഇനി എന്നെ കണ്ടു കിട്ടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മുത്തശ്ശി ഉറക്കെ കരയാൻ തുടങ്ങി. എന്ത് നല്ല കുട്ടിയായിരുന്നു എൻ്റെ മോനെന്ന് മുത്തശ്ശി പറയാൻ തുടങ്ങി. അന്വേഷിക്കാൻ വന്ന് കൊച്ചിനെ കണ്ടുപിടിക്കാൻ വന്ന ആളുകളൊക്കെ മുത്തശ്ശിയുടെ ഒപ്പം കൂടി സങ്കടത്തിൽ പങ്കെടുത്തു. എന്ത് സങ്കടത്തിൽ പങ്കെടുത്തു? മുത്തശ്ശി കരയുമ്പോൾ ഒപ്പം സ്ത്രീജനങ്ങളാണെങ്കിൽ കൂടെ കരയാൻ തുടങ്ങി. സെർവൻസ് ആണെങ്കിൽ ഈ കരച്ചിലിൽ പങ്കെടുത്തു. ഞാൻ മരിച്ച പോലെയാണ് അവരൊക്കെ കാണിക്കുന്നത് കണ്ടാലെന്ന് രാജ ചിന്തിക്കുകയാണ്. അടുത്തത്, I felt very sorry for grandmother. I wanted to come out. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple, and prayed, "Help me, God." He said, "Give me my child. I want him now.
I cannot wait any longer. He then stood silent in prayer. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, മുത്തശ്ശിയുടെ കരച്ചിൽ നമ്മുടെ രാജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാജ ഒന്ന് പുറത്തിറങ്ങി വന്നാലോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. മുത്തശ്ശനാണെങ്കിൽ നല്ല ധീരനാണ് എങ്കിലും മുത്തശ്ശനും ഭയങ്കര സങ്കടത്തിലാണെന്ന് രാജ മനസ്സിലാക്കുകയാണ്. മുത്തശ്ശൻ്റെ പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശി പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് പൂരെ കരച്ചിലായെങ്കിലും മുത്തശ്ശൻ്റെ പ്രതീക്ഷയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കൂ കൂട്ടുകാരെ. അവിടെ ഫാമിലി ടെമ്പിൾ ഉണ്ട്. ആ അമ്പലത്തിന് നേരെ തിരിഞ്ഞ് കുടുംബ അമ്പലത്തിൻ്റെ നേരെ തിരിഞ്ഞ് നിന്ന് നമ്മുടെ മുത്തശ്ശൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചു തരൂ, എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, ഉടനെ തന്നെ എൻ്റെ മകനെ, എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് തിരിച്ചു തരണമേ എന്ന് സൈലൻ്റായിട്ട് കൈകൾ കൂപ്പി പിടിച്ച് മുത്തശ്ശൻ പ്രാർത്ഥിക്കുന്നു. ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. ഹീ ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. എന്താ അവിടെ ഉണ്ടായേ? ആ സമയത്ത് നമ്മുടെ അങ്കിൾ അവിടെ വന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം മൊത്തം ഒന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയാണ് നമ്മുടെ രാജ ഒളിച്ചിരിക്കുന്നതെന്ന്. നേരെ ഈ കൗഷെഡിലേക്ക്, തൊഴുത്തിലേക്ക് നമ്മുടെ അങ്കിൾ വന്നിട്ട് അവനോട് താഴെ ഇറങ്ങാനായിട്ട് പറഞ്ഞു. എന്നിട്ട് രാജനെയും കൂട്ടി അങ്കിൾ വീട്ടിലേക്ക് നടന്നു. മുത്തശ്ശൻ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ മുമ്പിൽ നിൽക്കുന്നു രാജ. മുത്തശ്ശൻ അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശൻ അതിയായ സന്തോഷത്തിൽ രാജനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കുട്ടീനെ എനിക്ക് തിരിച്ചു തന്നുവല്ലോ ഭഗവാനേ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥ? കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഈ മനോഹരമായ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഇത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? കേശവ ശങ്കര പിള്ളൈ. ശങ്കർ എന്നറിയപ്പെടുന്ന, ശങ്കർ എന്ന നാമത്തിൽ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ കാർട്ടൂണിസ്റ്റാണ് ആര്? കേശവൻ ശങ്കര പിള്ളൈ. അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺ. ഇന്ത്യൻ കാർട്ടൂണിൻ്റെ ഫാദറായിട്ട്, അമരക്കാരനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കിയിരിക്കുകയാണ്. അത്രയും നല്ല കാർട്ടൂണിസ്റ്റാണ്. He is particularly noted for his പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. പൊളിറ്റിക്കൽ കാർട്ടൂൺസാണ് മെയിനായിട്ട് വരച്ചിരുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കാർട്ടൂണുകൾ വരില്ലേ പൊളിറ്റീഷ്യൻസിനെ വെച്ചിട്ട്, അതുപോലെ. He is most remembered for establishing children's book trust in 1957 and Shankar's International Dolls Museum in 1965. 1957 അദ്ദേഹം കുട്ടികൾക്കുള്ളൊരു ബുക്ക് ട്രസ്റ്റ് സ്ഥാപിക്കുകയും 1965 ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥാപിക്കുകയും ചെയ്തു. ശങ്കർ വൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അപ്പോൾ പത്മ അവാർഡുകളായ പത്മശ്രീയും പത്മഭൂഷണും, ഏറ്റവും വലിയ അവാർഡായ പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഒരു നല്ലൊരു കഥയാണ് അല്ലേ? 1953 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതാ പാഠഭാഗത്തിലെ ന്യൂ വേർഡ്സൊക്കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. തെറ്റുകൂടാണ്ട് എഴുതിയെടുത്ത് പഠിക്കണേ. താങ്ക്